അപ്പോൾ ഗൈസ് ഇന്നൊരു ശനിയാഴ്ചക്കല്ലേ, അപ്പോൾ ഒന്ന് വ്ളോഗൊന്നുമല്ല കേട്ടോ, ഒരു നോർമൽ ഒരു വീഡിയോ. അപ്പോൾ ഇന്നലെ എനിക്കൊരു ബ്രോ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു. ഇപ്പോൾ ഞാൻ കുറച്ച് വീഡിയോയിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയുണ്ട് റെസ്പോൺസ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ? എനിക്ക് അത്ര വലിയ വ്യൂസും ഫോളോവേഴ്സൊന്നും ഇല്ല. ഞാൻ ഇപ്പോൾ ഒരു 10-15 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അധികം നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ആരും തളർത്തും കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു കാര്യത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, ഒരു 10-15 വീഡിയോ ഇട്ടാൽ എനിക്ക് മനസ്സിലായി നമ്മൾ ഇന്ത്യയിൽ ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 100% അല്ലെങ്കിൽ 95% ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. ബാക്കി ഒരു 5% നെഗറ്റീവും നമ്മളെ തളർത്താനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5% നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ അപ്പുറം 95% ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണവരാ. നമ്മുടെ ഫാമിലി ആയാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരായാലും കൂടുതൽ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനേ ഉള്ളൂ. അതൊക്കെ ഇപ്പൊക്കെ മനസ്സിലായി. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു, എല്ലാവരും അങ്ങനെ കളിയാക്കി വിടും, നമുക്കൊന്നും ആവൂല അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊക്കെ എന്തോ ഒരു മോട്ടിവേഷനും ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ വന്നു. ചെയ്യാനുള്ളതും കണ്ടന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം മനസ്സിലായി എങ്ങനെ ആൾക്കാർ പ്രതികരിക്കും എന്നുള്ളതൊക്കെ. നമ്മൾ എന്തായാലും നമ്മൾ കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യുള്ളൂ. കൂടുതൽ നമ്മൾ നെഗറ്റീവ് വരികയല്ല ചെയ്യുക, കൂടുതൽ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇടാനുള്ള നമുക്ക് ഒരു ഇതാവും. അതായത് ഇനി എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊക്കെ ഒരു ചിന്ത മനസ്സിൽ വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അഥവാ നെഗറ്റീവ് പറയുന്നവരാണ് കുറച്ച് പേര്, അതായത് ഒരു 100-ൽ 5%-10% പേര് നെഗറ്റീവ് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അതിൻ്റെ അപ്പുറം 95% ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ മാക്സിമം പോയി എല്ലാവരെയും പോയി ഫ്രണ്ട്സ് കളിയാക്കൂലേ, കോളേജിൽ ചെന്ന ഫ്രണ്ട്സ് കളിയാക്കൂലേ എന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ മാക്സിമം പോയി എത്ര കളിയാക്കും. അല്ലെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ആണെന്നൊന്നുമില്ല നമ്മളെ കളിയാക്കാൻ വേണ്ടി, അല്ലെങ്കിലും നമ്മൾ ഈ കൂട്ടത്തിലുള്ളവരൊക്കെ നമ്മളെ എയർ കയറ്റും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓരൊക്കെ മാക്സിമം പോയ 2-3 വീഡിയോ ഇടുമ്പോൾ നമ്മളെ കളിയാക്കിന്ന് വരും. അത് കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും, നമ്മൾ അതുപോലും മൈൻഡ് ചെയ്യും കൂടിയില്ല, വീഡിയോ പോലും സപ്പോർട്ട് ചെയ്യും. പിന്നെ മാക്സിമം പോയ 2-3 വീഡിയോ നമ്മളെ കളിയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യത്തേക്ക് ഇറങ്ങി തിരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം സപ്പോർട്ട് കിട്ടും, എത്രത്തോളം റെസ്പോൺസ് കിട്ടും എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു 95% എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും സപ്പോർട്ടേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് അയച്ചിട്ടൊക്കെ ഒരുപാട് റീച്ചും വ്യൂസൊന്നും ഇപ്പോൾ ആയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഇപ്പോൾ മിസ്സുമാരായാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ബാക്കി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന വേറെ ആരൊക്കെ ആയിക്കോട്ടെ, എനിക്ക് കൂടുതൽ പേരും സപ്പോർട്ടേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യുക. അല്ലാതെ അത് മാറ്റി വെച്ച് ഇന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ മാക്സിമം നമുക്കിപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് വന്നോളും. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് മാറ്റി വെക്കാതെ അന്ന് തന്നെ ചെയ്തു പോകാൻ നോക്കുക. ഓക്കെ.